ഇന്ത്യയിലുള്ള കുറച്ച് കമ്പനികളുണ്ട്. ഇന്ത്യയിലുള്ള കമ്പനി എന്ന് പറയുന്നത് ഇപ്പം എന്താണ് നമ്മുടെ മൈക്രോമാക്സ്, ഫ്ലൈ മൊബൈൽ, ഇതൊക്കെ അന്ന് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ഈ മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്ന ഈ കമ്പനിയിൽ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്, മൊബൈൽ മാനുഫാക്ചർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അന്ന് എന്നോട് ഇവർ സജസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ഈ കമ്പനികൾ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഓൺ പേരിലൊരു മൊബൈൽ മാനുഫാക്ചർ ചെയ്യരുത്. കാരണം ഓൺ പേരിലൊരു മൊബൈൽ മാനുഫാക്ചർ ചെയ്താൽ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം, അതിൻ്റെ ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കണം, അതിൻ്റെ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷേ അതിനകത്ത് ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചു. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൊബൈൽ ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. നമ്മുടെ പേരിൽ ഒരു മൊബൈൽ മാനുഫാക്ചർ ചെയ്യുക. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് ഈ കമ്പനീനെ വലുതാക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനീനെ വലുതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഈ മൊബൈൽ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിക്കുകയും മാംഗോ ഫോൺ എന്ന് പേരിടുകയും ചെയ്തു. ഈ മാംഗോ ഫോണിന് പേരിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് നോക്കിയത് ആപ്പിളിനെ ഒപ്പം നമ്മുടെ കമ്പനി എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പേര് നോക്കുന്നത് മാംഗോ എന്നുള്ള നിലയ്ക്കാണ് മാംഗോ നിട്ടത്. ഈ മാംഗോ നിട്ട് കഴിഞ്ഞപ്പം അന്ന് പാറ്റൻറ്റ് ഇഷ്യൂ ആയി. ഇത് മാംഗോ എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനികളുള്ളതുകൊണ്ട് പാറ്റൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ M-Phone എന്ന് പേരിട്ടു. അപ്പം M-Phone എന്നാണ് പേര്, പക്ഷേ മാംഗോ, ആപ്പിൾ മാംഗോ എന്ന് പറയും, പക്ഷേ M-Phone എന്ന് നമ്മൾ പേരിടാൻ തീരുമാനിച്ചു. M-Phone നമ്മൾ പേരിട്ടു.